ഹായ് ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ വ്ളോഗ്സ് ബൈ കിരൺ ബ്ലാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടാവും, ലൊക്കേഷനൊക്കെ ഒന്ന് മാറി അടുക്കളയിലാണ്. അപ്പോൾ അടുക്കളയിൽ എന്തായിരിക്കും, കുക്കിംഗ് വീഡിയോ ആയിരിക്കും ഇന്നത്തെ. എന്താ പറയുക, ഒരു ഫുഡ് വ്ളോഗൊക്കെ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്, ഞാൻ കഴിഞ്ഞൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തെന്നാണ്, വെയിറ്റ് ലോസിൻ്റെ വീട്ടിൽ തന്നെ ഞാൻ കഴിക്കുന്നതിൻ്റെ ഒരു 5 ദിവസം കൊണ്ട് 1 കിലോ കുറച്ച ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡെയിലി കഴിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് തന്നെ ഒരു മടുപ്പ്. ഒരു ഫുഡ് കണ്ടിന്യൂസ് ഡെയിലി കഴിക്കാനായിട്ടൊരു മടുപ്പ് വരുമല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് മാസമാണ്. അപ്പോൾ ഒരു എന്താ പറയുക, ഭയങ്കര ഹ്യൂമിഡിറ്റിയും നമ്മുടെ ശരീരത്തിനൊക്കെ ഒരു കുളിർമയും കൂടി കിട്ടാനായിട്ടുള്ള ഒരു സാധനം കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്, ഇപ്പോഴത്തെ നമ്മുടെ ക്ലൈമറ്റിനും നല്ലതായിട്ടുള്ള ഒരു സ്മൂത്തീസ്. അത് ഒരു സ്മൂത്തി അല്ല, നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് 3 സ്മൂത്തീസ് ഉണ്ടാക്കാം. അതായത് ഇപ്പോൾ സീസൺ ആയിക്കൊണ്ടിരിക്കുന്ന 3 ഐറ്റംസ്, സീസണലി ഫ്രൂട്ടായ 3 ഐറ്റംസ് വെച്ചിട്ട് നമുക്കൊരു സ്മൂത്തി, അതായത് 3 സ്മൂത്തി നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് ഒരു സ്ട്രോബെറി സ്മൂത്തിയാണ്. അത് കഴിഞ്ഞിപ്പോഴത്തെ മാങ്ങയുടെ സ്മൂത്തി, ഇത് നമ്മുടെ ബ്ലൂബെറി. ഈ 3ൻ്റെയും സെപ്പറേറ്റ് സ്മൂത്തിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാനുള്ളത് ഇതേ പിസ്ത, വാൾനട്ട്, കാഷ്യൂ, പിന്നെ ഞാനൊരു പൈനാപ്പിൾ വെച്ചിട്ടുണ്ട്, പിന്നെ പഴം. 3 സ്മൂത്തിക്കും ഒരേ പഴം വെച്ച് 3 പഴം, പിന്നെ നമ്മളുടെ ഒരു ആൽമണ്ട് മിൽക്ക്, പിന്നെ നമുക്കൊരു യോഗേർട്ട്. ഇത്രയും വെച്ചിട്ടാണ് നമ്മളൊരു 3 സ്മൂത്തി, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളൊരു 3 സ്മൂത്തി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു സ്മൂത്തി ഉണ്ടാക്കാം. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് സ്ട്രോബെറിയുടെ സ്മൂത്തിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളൊരു മിക്സി എടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ഒരു ഞാൻ 1 കപ്പ് സ്ട്രോബെറിയുടെ അളവാണ് എടുത്താക്കുന്നത്. നമുക്ക് ആ കപ്പിൻ്റെ അളവ് വെച്ച് തന്നെയാണ് ബാക്കിയെല്ലാം ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ 1 കപ്പ് സ്ട്രോബെറി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് സ്ട്രോബെറിയിലേക്ക് നമുക്കൊരു ചിങ്ങമ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലപോലെ പഴുത്ത ചിങ്ങമ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കട്ട് ചെയ്ത്, ഒരു പഴം കേട്ടോ. അപ്പോൾ നമ്മൾ സ്ട്രോബെറി ആഡ് ചെയ്തു, പഴം ആഡ് ചെയ്തു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഈ കപ്പിൻ്റെ അളവിലാണ് സ്ട്രോബെറി എടുത്തത്, 1 കപ്പ്. ഈ 1 കപ്പ് സ്ട്രോബെറി എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഭാഗം വാൾനട്ട്, നമ്മൾ വാൾനട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഇതിൻ്റെ ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഇത്രയൊക്കെ വരും. ഇത്രയും ഭാഗം നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ യോഗേർട്ട്. ഇത് ഞാൻ പ്ലെയിൻ യോഗേർട്ടാണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് ഫ്ലേവേർഡ് വേണമെങ്കിൽ നമുക്ക് വാനില ആഡ് ചെയ്താൽ നല്ല എസൻസ് ഉണ്ടാവും. എനിക്ക് പക്ഷേ വാനില കിട്ടിയില്ല, അതാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ യോഗേർട്ട് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. നമ്മൾ ഇത്ര ഇട്ടതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഇടേണ്ട സാധനമാണ് ആൽമണ്ടിൻ്റെ നോ സ്വീറ്റ് മിൽക്ക്. അതായത് സ്വീറ്റ് ഒന്നും ആഡ് ചെയ്യുന്നത് നോർമൽ മിൽക്ക്. നമ്മൾ ഇതിനകത്ത് മധുരം ഒന്നും ആഡ് ചെയ്യേണ്ട, കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഡയറ്റ് ഫുഡും കൂടിയാണല്ലോ. മധുരം ആഡ് ചെയ്യാണ്ട് വിത്തൗട്ട് ഷുഗറാണ്. അപ്പോൾ ഞാൻ ഈ 1 കപ്പ് ഞാൻ ആൽമണ്ടിൻ്റെ മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. നമുക്ക് ഈ മിക്സ് നന്നായിട്ടൊരു 1 മിനിറ്റ് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാതെ, നല്ലപോലെ അടിച്ചു വന്നിട്ടുണ്ട്. നല്ലപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രോബെറി സ്മൂത്തി. ഇനി നമുക്ക് അടുത്ത സ്മൂത്തി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത സ്മൂത്തി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ സ്ട്രോബെറിയുടെ ഒരു സ്മൂത്തി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ പിസ്ത സ്മൂത്തി. അപ്പോൾ നമുക്ക് അതിന് വേണ്ടത് ഒരു വലിയ മാങ്ങ 1 അത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഇതിനകത്തേക്ക്, അപ്പോൾ ഒരു മാങ്ങ നമ്മൾ ഇതിനകത്തേക്ക് ജാറിലേക്ക് ഇട്ടു. ഇനി നമുക്ക് പഴം നല്ല പഴുത്ത പഴം ഉണ്ടോ വേണ്ടത്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല പഴുത്ത ചിങ്ങമ്പഴം ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. 1 ഒരു പഴം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാങ്ങ ആഡ് ചെയ്തു, പഴം ആഡ് ചെയ്തു. ഇനി നമുക്ക് വേണ്ട നമ്മുടെ മെയിൻ സാധനം മാംഗോ പിസ്ത സ്മൂത്തി അല്ലേ. അപ്പോൾ നമുക്ക് ഈ കപ്പിൻ്റെ കപ്പ് പിസ്ത ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം.
1/4 കപ്പ് പിസ്ത ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. നമ്മൾ മാങ്ങ ആഡ് ചെയ്തു, നമ്മൾ പഴം ആഡ് ചെയ്തു, 1/4 കപ്പ് പിസ്ത ആഡ് ചെയ്തു. ഇനി നമുക്ക് 1 കപ്പ് ആൽമണ്ട് മിൽക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. 1 കപ്പ് ആൽമണ്ട് മിൽക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഇത്രയും നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചൂടൊക്കെ അല്ലേ, അപ്പോൾ തണുപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 കട്ട ഐസ് ക്യൂബ്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാം ആഡ് ചെയ്തു. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നല്ല ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ 2 സ്മൂത്തീസ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആ സ്മൂത്തിയാണ് നമ്മുടെ ബ്ലൂബെറി സ്മൂത്തി. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് 1/2 കപ്പ് ബ്ലൂബെറി എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്ലൂബെറി നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയത് ഇതിനകത്തേക്ക് ഇടാം, മിക്സർ ഗ്രൈൻഡർ. ബ്ലൂബെറി ഇട്ട് കഴിഞ്ഞു. ഇനി അതിനകത്തേക്ക് നമുക്ക് അതേപോലെ തന്നെ സെയിം അളവിൽ പൈനാപ്പിൾ നല്ലപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ നമ്മൾ ബ്ലൂബെറി ഇട്ടു, പൈനാപ്പിൾ ഇട്ടു. ഇനി നമ്മുടെ 3 സ്മൂത്തിയിലും കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ് പഴം നമ്മൾ ഒരെണ്ണം അരിഞ്ഞ് ഇതിനകത്തേക്ക് ഇങ്ങനെ അരിഞ്ഞ് കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇടാം. നല്ല പഴുത്ത പഴമാകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്. അത് നിങ്ങൾ ഇതാക്കണം, നല്ല പോലെ പഴുത്തതാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പഴം ഫുൾ അതിനകത്തേക്ക് ഇട്ടു. ഇനി അതിനകത്തേക്ക് നമുക്ക് ഈ കപ്പാണല്ലോ നമ്മുടെ അളവ്. അപ്പോൾ ഈ കപ്പിൻ്റെ കാ ഭാഗം കാഷ്നട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാ ഭാഗം കൊടുത്താൽ മതി. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് അറ്റ് ലീസ്റ്റ്, അപ്പോൾ അതാണ് നമ്മുടെ ഈ സാധനം. അറിയാലോ, നമ്മുടെ ആൽമണ്ട് മിൽക്കാണ്. 1 കപ്പ് ആൽമണ്ട് മിൽക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തണുപ്പിന് വേണമെങ്കിൽ മാത്രം കുറച്ച് ഐസ് ക്യൂബ്സ് ഇതിനകത്തേക്ക് എല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ അതും നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ 3 സ്മൂത്തീസും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. മാംഗോ സ്മൂത്തി, നമ്മുടെ സ്ട്രോബെറി സ്മൂത്തി, പിന്നെ നമ്മുടെ ബ്ലൂബെറി സ്മൂത്തി. അപ്പോൾ എന്താ പറയുക, നല്ല അടിപൊളി സാധനമാണ്. ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനുണ്ട്, ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി കുടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതെന്താ പറയുക, കണ്ടിന്യൂസ് കഴിക്കാണ്ട് നമുക്കിപ്പോൾ നൈറ്റൊക്കെ ഇത് കഴിച്ചിട്ട് വേണമെങ്കിൽ കിടന്നാൽ നമ്മുടെ ബോഡി വെയിറ്റും ഇതിനും നമ്മുടെ ആരോഗ്യത്തിനും ഇപ്പോൾ എന്താ പറയുക, നൈറ്റ് തന്നെ കഴിക്കണമെന്നില്ല, ഉച്ചക്കൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ വീട്ടിലുള്ളപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ട് ഇടുക, പിന്നെ ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഇതേപോലത്തുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.